ഇന്ന് ഞാൻ വന്നത് വളരെ ഇൻഫോർമേറ്റീവായ വീഡിയോ ആണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എത്ര സിം കാർഡ് എടുത്തിട്ടുണ്ട് ഇത്രയും വർഷത്തിനിടയിൽ? അതല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് മറ്റാരെങ്കിലും സിം കാർഡ് എടുത്തിട്ടുണ്ടോ? ഇതെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. മാത്രമല്ല, അങ്ങനെ സിം കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആധാറുമായിട്ടുള്ള കണക്ഷൻ ഇവിടെ ബ്ലോക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ പരിണിത ഫലമെന്ന് പറയുന്നത് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ ഈ സൈബർ സെൽ അല്ലെങ്കിൽ പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് നമ്മുടെ സിം കാർഡാണ് പ്രതികൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളും അതിൽ പ്രതികളാണ്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ഇതിനു വേണ്ടി പെട്ടെന്ന് നമ്മൾ ഫോണിൻ്റെ ഗൂഗിൾ ക്രോം ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഗൂഗിൾ ക്രോമായിട്ടാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നത്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്യുക TAFCOP എന്ന് സെർച്ച് ചെയ്യുക. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. TAFCOP അതിലൊന്ന് ജസ്റ്റ് കൂടി ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വന്നു കഴിഞ്ഞു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ. ഇനി നിങ്ങൾ ഇവിടെ താഴ്ഭാഗത്തേക്ക് പോരുക, സ്ക്രോൾ ചെയ്യുക താഴത്തേക്ക്. ഇവിടെ നിങ്ങൾ എൻ്റർ മൊബൈൽ നമ്പർ 10 മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച കോഡ് തെറ്റാതെ കറക്റ്റാക്കി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് താഴെ കാണുന്ന വാലിഡേറ്റ് ക്യാപ്ച എന്ന് പറയുന്ന ആ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. OTP മെസ്സേജായിട്ട് വന്നിട്ടുണ്ട്. ആ OTP ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ താഴെ കാണുന്ന ആ ലോഗിൻ എന്ന് പറയുന്ന ആ ബട്ടണിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ ഓപ്പൺ ആയിരിക്കുന്ന സൈറ്റിൽ നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. എൻ്റെ ഈ ഒരു ഫോൺ നമ്പർ 81 തുടങ്ങുന്ന ഫോൺ നമ്പറിൽ ആധാർ ഉപയോഗിച്ച് ലിങ്ക് ആയിരിക്കുന്ന ഒരു ഫോൺ നമ്പർ മാത്രമേ ഇവിടെ ഉള്ളൂ. നിങ്ങളിവിടെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫോൺ നമ്പർ കാണിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ആധാർ കാർഡ് വെച്ച് ആരെങ്കിലും സിം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫോൺ നമ്പറെല്ലാം ഇവിടെ കാണിക്കുന്നതാണ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു കോളം കാണാൻ സാധിക്കും. അതിൽ ടിക്ക് ചെയ്തിട്ട് ഇവിടെ ലിങ്ക് ചെയ്തേക്കുന്ന മാറ്റാനുള്ള ഓപ്ഷനുണ്ട്. റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ചുള്ള ആ ഫോൺ നമ്പർ ലിങ്ക് ആയിരിക്കുന്നു മാറുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമാവട്ടെ. നമ്മൾ അറിയാതെ നമ്മുടെ സിം ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കയ്യോടെ തന്നെ നമ്മളും അതിൽ പ്രതികളാവും. അതുകൊണ്ട് ഈ സെറ്റിംഗ്സ് നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ ഈ സൈറ്റിൽ കയറി നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ മാറ്റുക. ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്രദമായിട്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക. അതിനോടൊപ്പം സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.